ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റായ കളിക്കാം ചിരിക്കാം എന്ന ഭാഗത്തിൽ വരുന്ന കളിമേളം എന്ന പാഠഭാഗമാണ്. കളിമേളത്തിന് മുന്നേയുള്ള പാഠഭാഗമായ കളിമാറാപ്പ് എന്ന ഭാഗം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ. കളിമേളം. ചിത്രത്തിൽ നമുക്ക് ഒരു വെള്ളരിപ്രാവിനെ കാണാം. വെള്ളരിപ്രാവ് ഒരു വ്ളോഗറാണേ. വെള്ളരിപ്രാവ് എന്ത് ചെയ്യുകയാണ്? മൊബൈലിൽ വീഡിയോ പിടിക്കുകയാണ് മരക്കൊമ്പിലിരുന്ന്. അപ്പൊ നമുക്ക് വായിച്ചാലോ. കളി കഥയിലേക്ക് പകർന്നേറുകയാണ് ഇവിടെ. നാട്ടിൽ നിന്ന് കാട്ടിലേക്കും കളി പരന്നെത്തുന്നു. നാട്ടിലെ കായികോത്സവം പോലെ തന്നെ കാട്ടിലും കായികോത്സവം നടത്തുന്ന ഒരു കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് വായിച്ചാലോ. കാട്ടിലെ കായികോത്സവം. മൊബൈൽ ഫോണുമായി നാട് ചുറ്റാനിറങ്ങിയതായിരുന്നു വ്ളോഗർ കുഞ്ഞരിപ്രാവ്. കാടരികെ LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു. ഇതെന്ത് കളി? അവൾ അങ്ങോട്ട് പറന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞരിപ്രാവ് എവിടേക്ക് പോവുകയാണ്? കാടരിക് LP സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ ചിത്രത്തിൽ സ്കൂളിലെ കായികോത്സവം നടക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് വായിക്കാം. ഭക്ഷണപുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിന്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു. അവിടെ ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം. ഓട്ടമത്സരം, കസേരകളി, ചാക്കുചാട്ടം, നാരങ്ങാ സ്പൂൺ, ലോങ് ജംപ്, മൊത്തത്തിൽ കളിമേളം തന്നെ. കുഞ്ഞരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി ഓട്ടമത്സരത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിടുകയും ചെയ്തു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറുകപ്പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്തു കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ. കാട്ടിലിപ്പോൾ പഴയ പോലെ രാജഭരണമല്ല. ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ഭരണ ചുമതല. കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം. അതുകൊണ്ട് സകലരും സമയത്തെത്തും. എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും. അപ്പോൾ നമ്മള് ചിത്രത്തിൽ കാണാമല്ലേ, ലോറ ഇങ്ങനെ കല്ലിന്റെ മുകളിൽ കയറി ഇരിക്കുന്നു. ബാക്കി എല്ലാ മൃഗങ്ങളും താഴെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി. നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം. ഈ വിഷയം നമ്മുടെ കുഞ്ഞരിപ്രാവ് സഭയിൽ അവതരിപ്പിച്ചു. കുഞ്ഞരിപ്രാവ് വിഷയം അവതരിപ്പിച്ചു. അതെന്താ? സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു. ഡിങ്കു, ഇടയ്ക്കു കയറി കളിക്കല്ലേ, അവൾ മുഴുവൻ പറയട്ടെ. ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു. കാട്ടിലെല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുഞ്ഞരിപ്രാവ് വ്യക്തമാക്കി. ഇന്നുച്ചയ്ക്ക് നീ ഇട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതേപോലെ ഒന്ന് അല്ലേ? മൂളൻ തേനീച്ച ചോദിച്ചു. മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കായിക മന്ത്രി തിരക്കുകൂട്ടി. ഓട്ടം, ചാട്ടം, വടംവലി, മരം കയറ്റം, ഊഞ്ഞാലാട്ടം, മുങ്ങാങ്കുഴി, റിലേ, ഒന്നിനു പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു. എന്നാൽ നാളെ തന്നെ നടത്താം. കീരൻ കരടി ഉത്സാഹത്തിലായി. ഒരുക്കങ്ങൾക്കും മറ്റും സമയം വേണം കീര, അല്ലെങ്കിൽ കളി കുളമാകും. ലോറ കീരന്റെ ധൃതിക്ക് തടയിട്ടു. എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ. അതുവരെ കളത്തിന് പുറത്തുനിന്ന കേളുകുറുക്കൻ കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചു. ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു. കേളുവിന്റെ മുഖത്തൊരു സ്വർണ്ണ മെഡൽ തെളിച്ചം. കുഞ്ഞിക്കുരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിന്നുമുയൽ കൺവീനറും ഏതാനും അംഗങ്ങളെ കൂടി ചേർത്ത് നീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി. മൃഗങ്ങളെല്ലാം അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം ചിത്രത്തിൽ. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്ന സഭയ്ക്ക് മുൻപ് പേരു തരണം, കുഞ്ഞിക്കുരുവി ഓർമ്മിപ്പിച്ചു. നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ. എന്നാൽ 90ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം, ചിന്നുമുയൽ കൂട്ടിച്ചേർത്തു. കറുകപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനവും തകൃതിയായി നടന്നു. കാടാകെ കളിക്കളമായി. വനദർശൻ ചാനലിന്റെ ക്യാമറാമാൻ ചെമ്പരുന്ത് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു.
അങ്ങനെ ചിത്രത്തിൽ നോക്കിയേ കായികോത്സവ ദിനമായി. വായിക്കാം. കായികോത്സവ ദിനമായി. പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി. റണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു. അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും വ്ലോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി. അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു. നമുക്ക് ചിത്രത്തിൽ ഓട്ടമത്സരത്തിന് ഓടാൻ തയ്യാറായി നിൽക്കുന്ന മൃഗങ്ങളെ കാണാവുന്നതാണ്. വായിക്കാം. മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ടമത്സരത്തിന് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു. കാട്ടുചോലയിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു. എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആവേശം മൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി. അതോടെ കളി കാര്യമാവുകയും ചെയ്തു. അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുകടുവ സമയോചിതമായി ഇടപെട്ടു. അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്. നമുക്ക് ചിത്രത്തിൽ മത്സരത്തിൽ വിജയിച്ചവർക്ക് മാലയിട്ട് സ്വീകരിക്കുന്നത് കാണാവുന്നതാണ്. വായിച്ചാലോ. അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വിജയികളെ അപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു. മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു. ക്യാമറകൾ തുരുതുരാ മിന്നി. ജേതാക്കൾ സന്തോഷക്കണ്ണീരണിഞ്ഞു. പൊഴുതിത്തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ മായ്ച്ചു കളഞ്ഞു. വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു. ജേതാക്കൾക്കൊപ്പം സെൽഫിയെടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു. ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി. പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല. മേള തീർന്നു പോകരുത് എന്ന് ഓരോരുത്തരും കൊതിച്ചു. കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു. എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവവും നടത്തും. പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത്. അപ്പോൾ കാട്ടിലെ കായികോത്സവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എങ്കിൽ നമുക്കിത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. കായികോത്സവം അവസാനിച്ചു എന്നതിന് പകരം കൊടിയിറങ്ങി എന്നാണ് കഥയിൽ പറഞ്ഞത്. ഇതുപോലെ മറ്റെന്തെല്ലാം പ്രയോഗങ്ങൾ കഥയിലുണ്ട്? കണ്ടെത്തി പറയൂ. എഴുതാം. ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ ഒപ്പിയെടുക്കാം. നാട് ചുറ്റാനിറങ്ങി ഹർഷാരവങ്ങളോടെ ഗോളടിക്കുക. 90-ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ തകൃതിയായി. ഇഞ്ചോടിഞ്ച് പോരാട്ടം. പൊരുതി തോറ്റവർ. കളി കാര്യമാവുക. ഗുസ്തി പിടിച്ചു. ഒരു കൈ നോക്കുക. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. കായികമേളയിലെ ഇഷ്ടപ്പെട്ട ഒരിടം തിരഞ്ഞെടുത്ത് TV ചാനലിന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതാം. നമസ്കാരം രുക്കുറാണി. വനകായികമേളയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ആവേശകരമായ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാടിന്റെ ഭരണ ചുമതലയുള്ള ലോറ എന്ന പെൺസിംഹമാണ് കായികോത്സവത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. കായിക കമ്മിറ്റിയുടെ ചെയർമാനായ കുഞ്ഞുകുരുവിയും കൺവീനറായ ചിന്നുമുയലും വനോത്സവം നല്ല രീതിയിൽ നടക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. റണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത്. ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓട്ട മത്സരമാണ്. ഓട്ടമത്സരത്തിനുള്ളവരുടെ പേരുകൾ പുള്ളിപ്പുലി അനൗൺസ് ചെയ്യുകയാണ്. ഓട്ടമത്സരത്തിനുള്ളവർ മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓട്ടമത്സരത്തിന് പേര് കൊടുത്ത എല്ലാവരും തന്നെ മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഓടാൻ തയ്യാറായി നിൽക്കുകയാണ്. മിന്നുമുയലും ചന്തുചെന്നായയും കുക്കുടം പുലിയും കേളുകുറുക്കനും വലിയ ആവേശത്തിലാണ് ഓടാൻ തയ്യാറായി നിൽക്കുന്നത്. അതാ ഓടാനുള്ള വിസിൽ കോലൻ ജിറാഫ് അടിച്ചു കഴിഞ്ഞു. അതാ ഓട്ടമത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാണികളെല്ലാം കൈയടിച്ചുകൊണ്ടും ആർപ്പ് വിളിച്ചുകൊണ്ടും മത്സരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വേഗതയുടെ പര്യായമായ ചന്തുചെന്നായ തന്നെ മെഡൽ കരസ്ഥമാക്കുമെന്നാണ് ഇവിടെ കൂടി നിൽക്കുന്നവരുടെ അഭിപ്രായം. ഓട്ടത്തിൽ റെക്കോർഡ് തന്നെയുള്ള ചന്തുചെന്നായ തന്നെ മുന്നിൽ വരുമെന്നാണ് കണ്ടു നിൽക്കുന്ന നമുക്കും തോന്നുന്നത്. ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ ഇനി സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ചന്തുചെന്നായയും കേളുകുറുക്കനുമാണ് മുന്നിലുള്ളത്. അതാ കേളുകുറുക്കനെ പിന്നിലാക്കിക്കൊണ്ട് ചന്തുചെന്നായ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഹർഷാരവങ്ങളോടെ എല്ലാവരും മാലയിട്ട് ചന്തുചെന്നായയെ സ്വീകരിക്കുന്നുണ്ട്. കൂടുതൽ പുതിയ റിപ്പോർട്ടുകളുമായി അല്പസമയത്തിനുള്ളിൽ വീണ്ടും കാണാം. ക്യാമറാമാൻ ചെമ്പരന്തിനോടൊപ്പം ഗോപാലൻ കാക്ക, വനദർശൻ ന്യൂസ്. അടുത്ത ചോദ്യം നോക്കാം. കാട്ടിലെ കായികോത്സവത്തിന്റെ പത്രവാർത്തയുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ എഴുതൂ. 1.
വനമേള തുടങ്ങി കാട്ടിലാകെ ഉത്സവമേളം. 2 ആവേശോജ്വലമായ മാർച്ച് പാസ്റ്റോടെ വനകായിക മേളയ്ക്ക് കൊടിയുയർന്നു. 3 വനകായിക മേള ലോങ് ജമ്പിൽ പുള്ളിമാന് റെക്കോർഡ് വിജയം. 4 ലോറയ്ക്ക് ദയനീയ തോൽവി, പഞ്ചഗുസ്തിയിൽ നീർവാലൻ ചിമ്പാൻസിക്ക് സ്വർണ്ണ മെഡൽ. 5 ചില്ലന് ദയനീയ തോൽവി, വാൽമുറിഞ്ഞ കാരണത്താൽ ഗുസ്തി മത്സരത്തിൽ ചില്ലൻ ബല്ലി ദയനീയ തോൽവി ഏറ്റുവാങ്ങി. 6 ഉത്തേജക മരുന്ന് ഉപയോഗിച്ചെന്ന കണ്ടെത്തൽ കേളുക്കുറുക്കനെ അയോഗ്യനായി പ്രഖ്യാപിച്ചു. 7 കാട്ടിലെ കായിക മാമാങ്കത്തിന് കൊടിയേറി. 8 വനദിനത്തിൽ ഒരു വനോത്സവം. ഇതിൽ കൂടുതൽ തലക്കെട്ടുകൾ നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഈ യൂണിറ്റിൽ തന്നെ വരുന്ന ഒരു ഒളിമ്പിക്സ് പരിശീലനം എന്നുള്ള ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്